പൂർവ്വജന്മകൽപ്പനയിൽ കഥാകി മാറി മറിയുന്നു. അതേ പ്രേക്ഷകർ നമ്മുടെ ശ്രുതി നമ്മുടെ ശ്യാമിൻ്റെ കള്ളത്തരം കയ്യോടെ പൊക്കുന്ന ഒരു രംഗം നമ്മുടെ പ്രേക്ഷകർ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരു നിമിഷം തന്നെയായിരുന്നു അല്ലേ. എന്തായാലും അത് നടന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അഞ്ജലി മാഡത്തിൻ്റെ ഫോണിൽ ശ്യാം സാറിൻ്റെ ഒരു സൗണ്ട് കേട്ടല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്യാം ഇങ്ങനെ പകച്ചു നിൽക്കുകയും ആ ഒരു പകച്ചു നിൽപ്പിൽ നമ്മുടെ ശ്രുതി എല്ലാം മനസ്സിലാക്കുന്ന ഒരു രംഗവും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് നമ്മുടെ മനോരമ ആകാശിൻ്റെ കാര്യവും നോക്കുക, കല്യാണം ഇങ്ങനെ ആലോചിക്കുക. അപ്പം നമ്മുടെ ആകാശിനാണെങ്കിൽ പ്രീതിയെ മതി താനും. ഇപ്പോൾ പ്രീതിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആകാശ് ഇങ്ങനെ മനോരമ പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോകുന്നൊരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എനിക്കത് എങ്ങനെയൊക്കെ മാറി മറിയും. നമ്മുടെ ആകാശ് പ്രീതിയെ തന്നെ ആയിരിക്കുമോ കെട്ടാൻ പോകുന്നത്? നമ്മുടെ അശ്വിൻ ശ്രുതി ബന്ധം അതെങ്ങനെയായിത്തീരും? നമ്മുടെ ശ്രുതി നമ്മുടെ ശ്യാമിൻ്റെ ഒരു കള്ളത്തരം അറിയുമ്പോൾ അത് കൈയോടെ നമ്മുടെ അശ്വിൻ അറിയിക്കുകയും അവരുടെ ആ ഒരു ബന്ധം പൊളിയുകയും തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും കഥ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ ശ്രുതിയും അശ്വിനും ഒന്ന് വേഗം ഒരുമിച്ചാൽ മതിയായിരുന്നു അല്ലേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.